ആദ്യമായി ബീഫ് ഇത്തിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ചെടുക്കണം. ഈ വേവിച്ച ബീഫ് ഒരു പാത്രത്തിൽ ഓയിലൊഴിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മറ്റൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല എന്നിവ ചേർത്തിളക്കി 2 സവോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായി നീളത്തിലരിഞ്ഞതും ചേർത്തിളക്കണം. ശേഷം 1 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും ചേർത്ത് നന്നായി ചെറിയ ചൂടിൽ ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്തിളക്കി 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇളക്കി വറ്റിച്ചെടുക്കണം. ശേഷം 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തത് ചേർത്ത് അതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കുക. ഒരു മിക്സി ജാറിൽ 1 മുട്ടയും 3 ടേബിൾ സ്പൂൺ മൈദയും അല്പം ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിച്ച് അടിച്ചെടുക്കുക. ഇതിനുശേഷം ഒരു പാത്രം ചൂടാക്കി ഓരോ തവി മൈദ മാവ് ഒഴിച്ച് ദോശ പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഒരു പ്ലേറ്റിൽ ദോശ വെച്ച് അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന വെജിറ്റബിൾ മസാല കുറേശ്ശെയായി വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ഫ്രൈ ചെയ്തെടുത്ത ബീഫ് 2 പീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ വശങ്ങളിൽ മടക്കി മൈദ ഇത്തിരി വെള്ളം ചേർത്ത് കട്ടിയുള്ള ബാറ്ററാക്കി വെച്ച് മൈദ ദോശയുടെ വശങ്ങളിൽ ഈ ബാറ്റർ കുറേശ്ശെ തേച്ച് റോൾ ചെയ്തെടുക്കണം. ഒരു പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് റോൾ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ടേസ്റ്റി ബീഫ് വെജിറ്റബിൾ റോൾ ഇവിടെ റെഡിയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.